അവൻ പറയാണ്, മക്കളെ ഞാൻ ഒരനുഗ്രഹം തരാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നിനക്ക് വേണ്ട. നിനക്ക് ജോലി മതി, വീട് മതി, മക്കളെ മതി, മക്കളുടെ പഠനം മതി, ആരോഗ്യം മതി, സൗഖ്യം മതി. ഞാൻ എന്റെ ശരീരത്തിൽ ഒരുപാട് സഹിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, നിനക്കത് വേണ്ട. ശ്രദ്ധിച്ച് കേട്ടെ, കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറന്നു വീണത് കുർബാനയാവാനാണ്. ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് -डिग्री ഉഷ്മാവാണ്, മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരുവുകളിലൂടെ അമ്മയുടെ മാറ് പറ്റി പലായനം ചെയ്തത് കുർബാനയാവാനാണ്. 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുർബാനയാവാനാണ്. 3 കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നുമുള്ള വിളിപ്പേരുകൾ അവന് മീതെ ചാർത്തപ്പെട്ടത് അവൻ കുർബാനയാവാനാണ്. ഗെത്സമനിയിൽ കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധിയിൽ ഒലിവമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പ്രാണവേദനയോടെ 33-കാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എന്റെ അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അന്നാസിന്റെയും കയ്യാപ്പായുടെയും ഹേറോദിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമ്രശിരസ്കനായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുനിച്ചു നിന്നത് കുർബാനയാവാനാണ്. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട്, ചാട്ടവാർ എന്ന് പറയുമ്പോ ഉരുക്കിൻ കഷണങ്ങളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33-കാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോ ഓരോ അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ മറിഞ്ഞു തൂങ്ങി ചാട്ടയോട് വരുന്ന മാരക മരണവേദന സഹിച്ചത് കുർബാനയാവാനാണ്. ആ അനുഗ്രഹം നിനക്ക് വേണ്ട.